അലക്സാണ്ടർ ദ ഗ്രേറ്റ് എന്ന് വിളിച്ചിരുന്നത് തന്നെ അദ്ദേഹത്തിൻ്റെ പോർവീര്യം അതൊന്നുകൊണ്ട് തന്നെയായിരുന്നു. യുദ്ധഭൂമിയിൽ അദ്ദേഹത്തിൻ്റെ ടാക്ടിക്സ് അതൊരിക്കലും പിഴച്ചിരുന്നില്ല. ഒരുപക്ഷെ അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കണം മാസഡോണിയയിൽ നിന്ന് തുടങ്ങിയ യാത്രയിൽ താൻ പോകുന്ന വഴിയിലുള്ള എല്ലാ സാമ്രാജ്യങ്ങളെയും പിടിച്ചടക്കി അലക്സാണ്ടർ പൊക്കൊണ്ടിരുന്നത്. എന്നാൽ ഇത്രത്തോളം പോർവീര്യമുള്ള ചരിത്രം അലക്സാണ്ടർ ദ ഗ്രേറ്റ് എന്ന് വാഴ്ത്തുന്ന ആ ഒരു ചക്രവർത്തി എന്തുകൊണ്ട് ഇന്ത്യയിലെത്തിയിട്ട് ഇന്ത്യയെ തൊടാതെ തിരിച്ചുപോയി? ഇന്ന് അലക്സാണ്ടറിൻ്റെ ആ ഒരു ജൈത്രയാത്രയ്ക്ക് ഫുൾ സ്റ്റോപ്പ് ഇട്ട ഇന്ത്യൻ മൈറ്റിനെ കുറിച്ച് നമുക്കൊന്ന് പറയാം. നമ്മുടെ ചരിത്ര പുസ്തകത്തിൽ പോലും നമ്മൾ തെറ്റിക്കേട്ട ചില ചരിത്രത്തെക്കുറിച്ച് നമുക്ക് പറയാം. നമസ്കാരം, ഞാൻ വൈശാഖ്. ടെലസ്കോപ്പിലേക്ക് സ്വാഗതം. മാസഡോണിയൻ ചക്രവർത്തിയായ അലക്സാണ്ടറിന് ഒരു സ്വപ്നമുണ്ടായിരുന്നു. പുരാതന കാലത്തിലുള്ള ലോകത്തിലെ എല്ലാ സാമ്രാജ്യങ്ങളെയും തൻ്റെ ഭരണത്തിന് കീഴിൽ യൂണിഫൈ ചെയ്യണം. അതിനായി അദ്ദേഹം ഒരു യാത്ര തുടങ്ങി. അതൊരു ജൈത്രയാത്ര തന്നെയായിരുന്നു. പോകുന്ന വഴിയിൽ അദ്ദേഹം ഒരുപാട് സാമ്രാജ്യങ്ങളെ വെട്ടിപ്പിടിച്ചു. അങ്ങനെ ലോകം മുഴുവനും തൻ്റെ ഭരണത്തിൽ കൊണ്ടുവരാനായിട്ട്, യൂണിഫൈ ചെയ്യാനായിട്ട് അലക്സാണ്ടർ സഞ്ചരിച്ച് വെസ്റ്റേൺ ഭാഗത്തോട്ട് പോയപ്പോൾ ഒരു ഭൂമിയെക്കുറിച്ച്, ഒരു ദേശത്തെക്കുറിച്ച് അദ്ദേഹം അറിഞ്ഞു. ചരിത്രത്തിൽ ഈ ദേശത്തിനെക്കുറിച്ച് പല പേരുകൾ പറയുന്നുണ്ട്. നമ്മുടെ ഇന്ത്യ തന്നെയാണ്. എന്നാൽ ഇന്ത്യയെക്കുറിച്ച് അലക്സാണ്ടർ കേട്ട കാര്യങ്ങൾ, അലക്സാണ്ടറിന് ഈ നാടും തൻ്റെ ഭരണത്തിന് കീഴിൽ കൊണ്ടുവരണം എന്ന ആർത്തി അത് കൂടുതൽ വർദ്ധിപ്പിക്കുന്ന രീതിയിലായിരുന്നു. ചെറിയ കാര്യങ്ങളൊന്നുമല്ല കേട്ടത്. കാരണം ഉദ്ദേശം പറയുകയാണെങ്കിൽ അന്നത്തെ ഗ്ലോബൽ ജി ഡി പിയുടെ ഏകദേശം നല്ലൊരു ശതമാനം, 30% ഇന്ത്യക്ക് സ്വന്തമായിരുന്നു. സത്യം പറഞ്ഞാൽ നല്ല സമ്പന്നമായിട്ടുള്ള ഒരു ദേശമായിരുന്നു നമ്മുടെ ഇന്ത്യ. ഇവിടെ ശക്തമായിട്ടുള്ള സൈന്യങ്ങളുണ്ടായിരുന്നു. ഇവിടെ കച്ചവടം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും പല രാജ്യങ്ങളുമായിട്ട് കച്ചവട ബന്ധം സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഫലഭൂവിഷ്ടമായിട്ടുള്ള, പല ഡൈവേഴ്സിറ്റിയുള്ള, പല രീതികളിലുള്ള ആളുകൾ ഒരുമിച്ച് താമസിക്കുന്ന ആ ഒരു സ്ഥലം ഇദ്ദേഹത്തിന് സ്വന്തമാക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് തന്നെ ആയിരിക്കണം ഇവിടെ എത്തി. അദ്ദേഹം വരുന്ന വഴിക്ക് തക്ഷശിലയിലെത്തിയപ്പോഴത്തേക്കും തക്ഷശിലയിലെ രാജാവായ അമ്പി നമ്മുടെ അലക്സാണ്ടറിൻ്റെ ഈ ഒരു പ്രചണ്ഡമായിട്ടുള്ള സൈന്യം, പ്രചണ്ഡം എന്നൊക്കെ പറയുമ്പോൾ 45,000 സൈനികരുണ്ടായിരുന്നു. ഞാനിങ്ങനെ പറയാൻ കാരണം നമ്മുടെ ഇന്ത്യൻ ചരിത്രത്തിലേക്ക് പോവുകയാണെങ്കിൽ ചില രാജവംശങ്ങളുടെ കപ്പൽപ്പടയിലുണ്ടായിരുന്നു ലക്ഷങ്ങളായിട്ടുള്ള സൈനികർ. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അങ്ങനെ അലക്സാണ്ടറിൻ്റെ പ്രചണ്ഡമായിട്ടുള്ള ആ ഒരു സൈന്യം കണ്ടിട്ട് അമ്പി ഭയന്നു. അമ്പി അലക്സാണ്ടറിൻ്റെ അടുത്ത് പോയി കീഴടങ്ങുകയല്ല, അലക്സാണ്ടറിന് കീഴിൽ ഭരിച്ചോളാം എന്ന് പറയുകയാണ്. അലക്സാണ്ടർ സമ്മതിച്ചു. അങ്ങനെ അലക്സാണ്ടർ വരുന്ന വഴിയിൽ ഒരുപാട് പേര് ഇങ്ങനെ അലക്സാണ്ടറിന് മുന്നിൽ കീഴടങ്ങി. എന്നാൽ ഒരു രാജാവ് മാത്രം കീഴടങ്ങാൻ തയ്യാറായില്ല. അയാളായിരുന്നു ഗ്രീക്ക് ഹിസ്റ്റോറിയൻസ് വാഴ്ത്തുന്ന പോറസ് എന്ന പുരുഷോത്തമൻ. പോറസ് എന്നാണ് അദ്ദേഹത്തെ ഗ്രീക്ക് ചരിത്രത്തിലും റോമൻ ചരിത്രത്തിലുമെല്ലാം പറയുന്നത്. എന്നാൽ അദ്ദേഹത്തിൻ്റെ പേര് പുരുഷോത്തമൻ എന്നായിരുന്നു. പുരുഷോത്തമൻ എന്ന് പറയുന്ന രാജാവ് നമ്മുടെ ഇന്ത്യൻ നോർത്തേൺ ബോർഡർ ഉണ്ടല്ലോ, ആ ഒരു നോർത്തേൺ ബോർഡറിലായിരുന്നു പോറസ് എന്ന് പറയുന്ന രാജാവിൻ്റെ രാജ്യം. ഈ രാജാവിന് മുന്നിലെത്തിയപ്പോഴത്തേക്കും അലക്സാണ്ടറിന് ഒരു വലിയ ചാലഞ്ച് ഉണ്ടായിരുന്നു. എന്താണെന്നറിയോ? ജലം നദി. ഈ ജലം എന്ന് പറയുന്ന നദിക്ക് ഈ ഗ്രീക്കുകാരിട്ടേക്കുന്ന പേര് റിവർ ഹൈഡസ്പസ് എന്നാണ്. ഈ ഹൈഡസ്പസ് നദിയുടെ അടുത്ത് വെച്ചിട്ടാണ് ഈ ഒരു യുദ്ധം നടന്നത്. യുദ്ധത്തിൻ്റെ ലൊക്കേഷനും ഇതാണ്. അതുകൊണ്ട് ഇതിനെ ബാറ്റിൽ ഓഫ് ഹൈഡസ്പസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഹൈഡസ്പസ് നദിയുടെ മുന്നിലെത്തിയിട്ട് അലക്സാണ്ടർ ഈ നദി ക്രോസ് ചെയ്യുന്ന കാര്യം ഭയങ്കര ബുദ്ധിമുട്ടായി. അപ്പോൾ എങ്ങനെയോ അലക്സാണ്ടർ ഒരു മെസ്സഞ്ചറിനെ പോറസിൻ്റെ അടുത്ത് എത്തിച്ചു. എന്നിട്ട് പറഞ്ഞു അലക്സാണ്ടറിൻ്റെ സൈന്യത്തിന് മുന്നിൽ കീഴടങ്ങാൻ. പോറസ് അതിന് ഒരൊറ്റ മറുപടിയെ തിരിച്ചയച്ചോളൂ. ആ മറുപടി ഒരുമാതിരി അലക്സാണ്ടർ എന്നല്ല, ഒട്ടുമിക്ക എല്ലാ വിജയം മാത്രം കണ്ടുവരുന്ന മിലിറ്ററി കോൺഗ്രസിനെയും ചൊടിപ്പിക്കുന്ന രീതിയിലുള്ള മറുപടിയായിരുന്നു. എന്താണ്? കീഴടങ്ങത്തില്ല, യുദ്ധമെങ്കിൽ യുദ്ധം. അലക്സാണ്ടർ ആലോചിച്ചു, ഇയാളുടെ അടുത്തുള്ള ആളുകൾക്ക് സഹിതം എൻ്റെ മുന്നിൽ കീഴടങ്ങാം, ഇയാൾക്ക് മാത്രം എന്തുകൊണ്ട് കീഴടങ്ങുന്നില്ല? അങ്ങനെ അലക്സാണ്ടർ അറ്റാക്ക് ചെയ്യാൻ റെഡിയായി. അലക്സാണ്ടറിൻ്റെ പക്ഷത്ത് 45,000 സൈനികർ, പോറസിൻ്റെ സൈഡിൽ 30,000 സൈനികർ. അലക്സാണ്ടറിൻ്റെ 15,000 സൈനികർ വെച്ചിട്ട് അപ്പർ ഹാൻഡ് ഉണ്ട്. അപ്പോൾ രണ്ട് കൂട്ടരും ജലം നദി, അതായത് ഹൈഡസ്പസ് നദിയുടെ 2 തീരങ്ങളിലായിട്ട്, 2 കരകളിലായിട്ട് തമ്പടിക്കുകയാണ്. അങ്ങനെ ഇവിടെ ക്യാമ്പ് ചെയ്ത പോറസ് ഒരു കാര്യം തീരുമാനിക്കുകയാണ്, ഒരിക്കലും ഫസ്റ്റ് ഫൈറ്റ് പുള്ളിക്കാരൻ തുടങ്ങത്തില്ല. ഇവരവരുടെ രാജ്യത്തിനെ ഡിഫെൻഡ് ചെയ്യാണ്. അസോൾട്ട് ചെയ്യാൻ വന്നവർ, കോൺകർ ചെയ്യാൻ വന്നവർ അവരാണല്ലോ. അതായത് നമ്മുടെ ഇന്നത്തെ ഭാഷയെ പറഞ്ഞാൽ നോ ഫസ്റ്റ് ഫയർ പോളിസി, അതായത് ആദ്യം അങ്ങോട്ട് കയറി ആക്രമിക്കില്ല, ഇങ്ങോട്ട് വന്നാൽ നല്ല പണി കൊടുക്കുകയും ചെയ്യും എന്നുള്ള രീതിക്ക് പോറസ് അവിടെ തമ്പടിച്ചു. പോറസിൻ്റെ സൈനികരൊക്കെ ഒന്ന് ചെറുതായിട്ട് പേടിക്കുന്നു. പക്ഷേ പോറസിൻ്റെ ധീരത കണ്ടിട്ട് അവർക്കെല്ലാം ആർജവമാണ്. പക്ഷേ അലക്സാണ്ടറിനെ ഒരു കാര്യം ഭയങ്കരമായിട്ട് അത്ഭുതപ്പെടുത്തി. ഇവരുടെ സൈന്യത്തിൽ വലിയ വലിയ സംഭവങ്ങൾ എന്തോ ദൂരെ നിന്ന് കാണുന്നുണ്ട്. അലക്സാണ്ടറിന് മനസ്സിലായില്ല. ഈ അലക്സാണ്ടർ എന്ന് പറയുന്ന ആൾ ചില്ലറക്കാരനല്ലായിരുന്നു. പുള്ളിക്കാരൻ നല്ല ഒന്നാന്തരം മിലിറ്ററി ടാക്ടീഷ്യനായിരുന്നു.
ഒരു ചക്രവർത്തി എന്നതിലുപരി നല്ല ഒന്നാന്തരം ഒരു കമാൻഡറായിരുന്നു, ഒരു ജനറലായിരുന്നു. യുദ്ധഭൂമിയിൽ അലക്സാണ്ടറിൻ്റെ ബുദ്ധി എന്ന് പറയുമ്പോൾ അത്രത്തോളം ഗംഭീരമായിരുന്നു. അങ്ങനെ അലക്സാണ്ടർ എന്ത് ചെയ്തെന്നറിയോ, തൻ്റെ സൈന്യത്തിനെ അത്രയും അലക്സാണ്ടറിൻ്റെ അടുത്തോട്ട് വിളിച്ചിട്ട് ഒരു പ്ലാൻ രൂപീകരിച്ചു. എന്താണ്? സൈന്യത്തിനെ 2 ഗ്രൂപ്പായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. എന്നിട്ട് ഒരു സെക്ഷൻ സൈനികരെ അലക്സാണ്ടർ ലീഡ് ചെയ്യും, മറ്റേ സെക്ഷൻ സൈനികരെ അലക്സാണ്ടറിൻ്റെ ജനറലായിട്ടുള്ള ക്രാറ്ററസ് ലീഡ് ചെയ്യും. എന്നിട്ട് അലക്സാണ്ടർ എന്ത് ചെയ്തെന്നറിയോ, തൻ്റെ കീഴിലുള്ള ആ സെക്ഷനെയും കൊണ്ടിട്ട് വേറൊരു വഴി പോയിട്ട് ഈ നദിയുടെ അങ്ങേയറ്റം, അതായത് റിവർ ക്രോസ് ചെയ്യാൻ പറ്റുന്ന ഭാഗത്ത് പോയി റിവർ ക്രോസ് ചെയ്ത് ഫ്ലാങ്ക് ചെയ്ത് വന്നു. എന്നിട്ട് 2 സൈഡിൽ കൂടെ പോറസിൻ്റെ സൈന്യത്തിനെ ആക്രമിക്കാൻ ഒരുങ്ങി. അതായത് ഈ സൈഡിൽ കൂടെ ക്രാറ്ററസിൻ്റെ ആർമിയും അപ്പുറത്തെ സൈഡിൽ കൂടെ അലക്സാണ്ടറിൻ്റെ ആർമിയും, ഇവിടെ നടുക്കായിട്ട് നമ്മുടെ പോറസിൻ്റെ ആർമിയുണ്ട്, പുരുഷോത്തമൻ്റെ ആർമിയുണ്ട്. അപ്പോൾ ക്രാറ്ററസിൻ്റെ കീഴിലുള്ള ആർമി എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് നദി ക്രോസ് ചെയ്ത് വന്ന് പോറസിൻ്റെ സൈന്യത്തിനെ ആക്രമിക്കാൻ വന്നപ്പോൾ പോറസ് പറഞ്ഞു, അവിടെ നിന്നൊരു ആക്രമണം വരുന്നുണ്ട്, അവരെ നമുക്ക് ആദ്യം ഡിഫെൻഡ് ചെയ്യണം. അതിനായിട്ട് പോറസ് തൻ്റെ മകനെ ചുമതലപ്പെടുത്തി അലക്സാണ്ടറിന് നേരെ അയച്ചു. പോറസ് ഇവിടെ നിന്നുകൊണ്ട് മറ്റവരെ നേരിട്ട് തുടങ്ങി. എന്നാൽ അലക്സാണ്ടർ ഈ ഒരു നദി ക്രോസ് ചെയ്ത് ഇവിടെ എത്തിയപ്പോഴാണ് അന്തമിട്ട് പോകുന്നത്. യുദ്ധഭൂമിയിൽ ആദ്യമായിട്ട് ആനകളെ കാണുന്നു. അലക്സാണ്ടർ ഇത് കണ്ട് അത്ഭുതപ്പെട്ടു പോവുകയാണ്. കാരണം ഇന്നേ വരെ അലക്സാണ്ടർ ഒരു രാജ്യത്തെ ആക്രമിക്കാൻ പോയപ്പോഴും അവിടെ എങ്ങും ആനകളെ കണ്ടിട്ടില്ല, ബാറ്റിൽ എലിഫൻറ്റുകളെ കണ്ടിട്ടില്ല, വാർ എലിഫൻറ്റുകളെ കണ്ടിട്ടില്ല. ഈ ആനകളെന്നൊക്കെ പറയുമ്പോഴത്തേക്കും ദേഹത്ത് പടച്ചട്ടയൊക്കെ വെച്ച് കെട്ടി അതിൻ്റെ മുകളിൽ നിന്നുകൊണ്ട് ആളുകളെ ആക്രമിക്കുന്നു. കുറേ എണ്ണത്തിന് ആനകൾ തുമ്പിക്കൈ കൊണ്ട് അടിച്ചു കളയുന്നു, കാലുകൊണ്ട് ചവിട്ടി ഞെരിക്കുന്നു. പക്ഷേ അലക്സാണ്ടർ ഇത് കണ്ട് ചെറുതായിട്ടൊന്ന് ഭയന്നെങ്കിലും തൻ്റെ ധൈര്യം തിരിച്ചു പിടിച്ചിട്ട് എന്താ പറയുക, തൻ്റെ സൈനികർക്ക് മനോധൈര്യമൊക്കെ കൊടുത്തിട്ട് ഒരു ബാറ്റിൽ ഫോർമേഷൻ ചെയ്യാനായിട്ട്, ഒരു വ്യൂഹം നിർമ്മിക്കാനായിട്ട് ഓർഡർ കൊടുത്തു. ഈ വ്യൂഹം എന്ന് പറയുന്നത് അലക്സാണ്ടറിൻ്റെ ഫേമസ് ആയിട്ടുള്ള വ്യൂഹമാണ്. അതിൻ്റെ പേരൊന്നും പറയുന്നില്ല. വ്യൂഹം എന്ന് പറയുമ്പോഴത്തേക്കും ഇവർക്കൊരു പടച്ചട്ടയുണ്ട്, നല്ല നീളമുള്ള കുന്തമുണ്ട്. ഇവരെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഈ പടച്ചട്ടകൾ ഇങ്ങനെ ഇൻ്റർലോക്ക് ചെയ്ത് വെച്ചിട്ട് കാല് തറയിൽ ഉറപ്പിച്ച് വെച്ച് പരസ്പരം സോൾജേഴ്സ് സപ്പോർട്ട് ചെയ്തിട്ട് ഒരു ചുമര് കണക്ക് നിൽക്കും. ദൂരെ നിന്ന് ആര് വന്ന് തട്ടിയാലും ഇവരെല്ലാവരും കൂടെ ഒരുമിച്ച് ശക്തിയോടെ തിരിച്ചു തള്ളുമ്പോഴത്തേക്കും ഒരു എന്താ പറയുക, ഒരു വലിയ മതിൽ തീർത്ത് കണക്ക് ഇവർക്ക് നിൽക്കാൻ പറ്റും. എന്നിട്ട് ഇവരുടെ കയ്യിലുള്ള കുന്തം കൊണ്ട് ഇങ്ങനെ കുത്തി വീഴ്ത്തിക്കൊണ്ടിരിക്കും ആളുകളെ. ഈ ടെക്നിക്കിന് മുന്നിൽ പോറസിൻ്റെ പുരുഷോത്തമൻ്റെ മകൻ്റെ സൈന്യം പരാജയപ്പെടുകയും പുരുഷോത്തമൻ്റെ മകനെ കൊന്നുകളയുകയും ചെയ്തു. എന്നിട്ട് അലക്സാണ്ടർ ഈ സൈന്യവുമായിട്ട് മുന്നോട്ട് വന്നിട്ട് ആനകളെ ആക്രമിക്കാൻ തുടങ്ങി. അപ്പോൾ ആനകളെ ആക്രമിച്ചപ്പോഴത്തേക്കും ആനകൾക്ക് പിറക്കോട്ട് പോകേണ്ടി വരുന്നു. ഈ പോണ വഴിക്ക് പോറസിൻ്റെ സൈന്യത്തിലുള്ള ചില സൈനികരെ ആനകൾ അറിയാതെ കൊന്നുപോയി. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു പ്രചണ്ഡമായ യുദ്ധമാണ് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ പോറസ് അപ്പോഴും കീഴടങ്ങാൻ തയ്യാറായില്ല. ഇവിടെ വെച്ചിട്ട് 2 കഥകളാണ് ചരിത്രത്തിൽ പറയുന്നത്. ഒന്നെന്ന് പറയുമ്പോഴത്തേക്കും അലക്സാണ്ടർ പോറസിനെ കീഴ്പ്പെടുത്തി. 2 എന്ന് പറയുമ്പോഴത്തേക്കും ഈ യുദ്ധത്തിൻ്റെ എൻഡിങ് എന്തായെന്ന് അറിഞ്ഞില്ല. ഇങ്ങനെ പലത് പറയുന്നുണ്ട്. എന്നിരുന്നാൽ പോലും പല ആളുകളും പറയുന്ന ഒരു ചരിത്രം എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ്. ഈ ചരിത്രത്തിൽ ഒരുപാട് കാര്യങ്ങൾ മിസ്സിങ് ഉണ്ട് കേട്ടോ, അത് ലാസ്റ്റിൽ പറയാം. അപ്പോൾ ഒരുപാട് ആളുകൾ പറയുന്ന ചരിത്രം ഇങ്ങനെയാണ്, നമ്മളെ പലയിടങ്ങളിലും പഠിപ്പിക്കുന്ന ചരിത്രം ഇങ്ങനെയാണ്. പോറസിനെ അലക്സാണ്ടർ കീഴ്പ്പെടുത്തിയതിന് ശേഷം പോറസിൻ്റെ ഈ ധീരത കണ്ടിട്ട് അലക്സാണ്ടർ പോറസിനെ മുന്നിൽ കൊണ്ടുവരാൻ പറഞ്ഞു. എന്നിട്ട് ചോദിച്ചു, എന്ത് വേണമെന്ന്, നിന്നെ എങ്ങനെ ഞാൻ ട്രീറ്റ് ചെയ്യണമെന്ന് ചോദിച്ചു. അപ്പോൾ പോറസ് പറഞ്ഞു, ഞാനൊരു രാജാവാണ്, നിൻ്റെയൊക്കെ നാട്ടിൽ നീയൊക്കെ രാജാവിനെ എങ്ങനെ ട്രീറ്റ് ചെയ്യുമോ അതുപോലെ തന്നെ എന്നെ ട്രീറ്റ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ധീരത കണ്ട് ഇംപ്രസ്ഡായിട്ട് പോറസിന് തൻ്റെ രാജ്യം പോറസിൻ്റെ കയ്യിൽ തന്നെ കൊടുത്തിട്ട് അലക്സാണ്ടറിന് കീഴിൽ ഭരിക്കാനായിട്ട് നിർദ്ദേശം കൊടുത്തിട്ട് പോയി എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഈ പറയുന്നത് അത്രയും ഗ്രീക്ക് ഹിസ്റ്റോറിയൻസും റോമൻ ഹിസ്റ്റോറിയൻസുമാണ്. ഇന്ത്യൻ ഹിസ്റ്ററിയിൽ ഇങ്ങനൊരു യുദ്ധം നടന്നതായിട്ടേ പറയുന്നില്ല. പോറസ് എന്ന് പറയുന്ന രാജാവിനെക്കുറിച്ച് പോലും പറയുന്നില്ല. ഗ്രീക്ക് ഹിസ്റ്ററിയിലാകട്ടെ പോറസുമായിട്ടുള്ള യുദ്ധത്തിനെക്കുറിച്ച് പല സ്ഥലങ്ങളിൽ പറയുന്നുണ്ട്. പ്ലൂട്ടാർക്ക് എന്ന് പറയുന്ന ഒരാൾ പറയുന്നുണ്ട് ഈ ഒരു യുദ്ധത്തെക്കുറിച്ച്. അവിടെ അലക്സാണ്ടർ ജയിച്ചെന്നും മറ്റ് ചില ഗ്രീക്ക് ഹിസ്റ്റോറിയൻസ് പറയുന്നുണ്ട് ഇവരെന്താ പറയുക, സമത്തിൽ 2 പേരും കൈ കൊടുത്ത് പിരിഞ്ഞെന്ന് പറയുന്നുണ്ട്. അങ്ങനെ പല 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 കഥകൾ പറയുന്നുണ്ട്. ഇതിന് ഗ്രീക്ക് ചരിത്രകാരന്മാർ പറയുന്നത് എന്താണെന്നറിയോ, അലക്സാണ്ടർ നന്ദ സാമ്രാജ്യത്തിനെ ആക്രമിക്കാൻ തയ്യാറായിരുന്നു. പക്ഷേ അലക്സാണ്ടറിൻ്റെ കൂട്ടത്തിലുള്ള സൈനികരെല്ലാവരും ക്ഷീണിച്ചിരിക്കുകയാണ്. ഇവർക്ക് ആർക്കും ഇനി യുദ്ധം ചെയ്യാൻ വയ്യ. അലക്സാണ്ടറിൻ്റെ ജനറൽസ് വന്നിട്ട് അലക്സാണ്ടറിനോട് പറഞ്ഞു, നമ്മൾ ഈ യുദ്ധം ചെയ്താൽ അത് നാശത്തിൽ നിന്ന് നാശത്തിലേക്കേ പോകത്തുള്ളൂ. ഒരു സാമ്രാജ്യത്തിന് പിടിച്ചടക്കാൻ കഴിയാവുന്നതിൻ്റെ പരമാവധി നമ്മൾ പിടിച്ചടക്കിയിട്ടുണ്ട്, നമുക്ക് തിരിച്ചു പോകാം എന്നും പറഞ്ഞ് അലക്സാണ്ടറിനെ കൺവിൻസ് ചെയ്ത് തിരിച്ചു കൊണ്ടുപോയെന്നാണ് പറയുന്നത്. ദിസ് ഇസ് റിയലി ഇമ്പോസിബിൾ. അലക്സാണ്ടർ അങ്ങനെ ചുമ്മാതെ തിരിച്ചു പോകത്തില്ല. തിരിച്ചു പോണ വഴിയിലാണ് അലക്സാണ്ടറിന് നല്ല മുറിവുകളുണ്ടായി മരണത്തിലേക്ക് അലക്സാണ്ടർ നീങ്ങിയത്. ഇത് നമ്മൾ എടുത്തു പറയണം. സപ്പോസ് ഈ ഗ്രീക്ക് ചരിത്രകാരന്മാരും റോമൻ ചരിത്രകാരന്മാരും പറയുന്നത് പോലെ അലക്സാണ്ടർ പോറസിനെ കീഴ്പ്പെടുത്തി എന്ന് തന്നെ ഇരിക്കട്ടെ.
പുള്ളിക്കാരൻ അവിടെ നിന്ന് തിരിച്ചു പോകാനായിട്ട് ഒരൊറ്റ കാരണമേ ഉള്ളൂ. കാരണം പോറസിൻ്റെ രാജ്യം കഴിഞ്ഞാൽ പിന്നെയുള്ളത് നന്ദ സാമ്രാജ്യമാണ്. ഇന്ത്യയിൽ നന്ദ സാമ്രാജ്യമുണ്ട്, താഴോട്ട് വേറെ കിടിലം അടിപൊളി സാമ്രാജ്യങ്ങൾ വേറെയുണ്ട്, രാജവംശങ്ങളുണ്ട്. ഈ നന്ദ സാമ്രാജ്യത്തിൻ്റെ കാര്യം മാത്രം ഒന്ന് എടുക്കുകയാണെങ്കിൽ അലക്സാണ്ടറിൻ്റെ സൈന്യത്തിൽ 45,000 സൈനികരുണ്ടെന്നാണ് പറയുന്നത് കേട്ടോ. ഇപ്പോൾ നന്ദ സാമ്രാജ്യത്തിലെ എല്ലാ സൈനികരും കൂടെ ഒരു മലയുടെ മുകളിൽ പോയിട്ട് ഓരോ സൈനികൻ ഓരോ കുടം വെള്ളം വെച്ച് അലക്സാണ്ടറിൻ്റെ സൈന്യത്തിൻ്റെ മണ്ടയിൽ ഒഴിച്ചാൽ ഇവർ മുങ്ങിച്ചെത്തു പോകും. അത്രത്തോളം സൈനികർ നന്ദ സാമ്രാജ്യത്തിലുണ്ടായിരുന്നു. എടുത്തു പറയുകയാണെങ്കിൽ ആ സമയത്ത് അലക്സാണ്ടർ ആക്രമിച്ച സമയത്ത് നന്ദ സാമ്രാജ്യത്തിൽ ഏകദേശം 2 ലക്ഷം കാലാൾ പടയാളികളും 80,000 കുതിര സൈനികരും അതുപോലെ തന്നെ 60,000 ബാറ്റിൽ എലിഫൻസും ഉണ്ടായിരുന്നു. ഇവിടെ 200 ആനകളെ മേയ്ക്കാൻ കുറേ കഷ്ടപ്പെട്ടു. ഇവിടെ 6,000 ആനകളാണ് നന്ദ സാമ്രാജ്യത്തിന് കീഴിലുള്ളത്. അങ്ങനെയുള്ള സൈന്യവുമായിട്ട് അലക്സാണ്ടർ ഏറ്റുമുട്ടിയാൽ എന്താ പറയുക, മാസഡോണിയയിൽ നിന്ന് ഒരു രാജാവ് പുറപ്പെട്ടിട്ടുണ്ട് എന്നുള്ളൊരു ചരിത്രം മാത്രമേ പിന്നെ ഗ്രീസുകാർക്ക് കിട്ടുകയുള്ളൂ. അതുകൊണ്ട് തന്നെ പേടിച്ച് തിരിച്ചു പോയതായിരിക്കും. ഇങ്ങോട്ട് കയറിയിരുന്നെങ്കിൽ ഇവർ പറഞ്ഞേനെ, നല്ലതുപോലെ അറിഞ്ഞേനെ. കാരണം 45,000 സൈനികരെ തീർക്കാൻ 2 ലക്ഷം വരുന്ന കാലാൾ പടയാളികളെ മാത്രം ഇറക്കിയിട്ടാൽ മതി. അവന്മാർ അത്ര എണ്ണത്തിന് നന്ദ സാമ്രാജ്യത്തിലെ സൈനികർ തീർക്കും, അത് ഉറപ്പാണ് അല്ലേ. അത്രത്തോളം സ്ട്രെങ്തിങ് നമ്പർ എന്നും പറഞ്ഞൊരു സാധനമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പേടിച്ചിട്ട് തന്നെ ആയിരിക്കണം ആശാൻ തിരിച്ചു പോയത്. ഇനി ശരിക്കും ഈ ഒരു യുദ്ധം നടന്നിട്ടുണ്ടോ, അതോ ഗ്രീസുകാർ ചുമ്മാ എഴുതിത്തള്ളുന്നതാണോ? കാരണം എന്ന് പറയുമ്പോഴത്തേക്കും ഈ യുദ്ധം നടന്നിട്ടുണ്ടെങ്കിൽ അലക്സാണ്ടർ പുരുഷോത്തമൻ്റെ മുന്നിൽ കീഴ്പ്പെട്ടിട്ടായിരിക്കണം പോയിട്ടുള്ളത്. കാരണം ഞാനൊരു ചോദ്യം ചോദിക്കാം, നിങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ബൈക്ക്, നിങ്ങളുടെ സ്വന്തം ബൈക്ക്, നിങ്ങളുടെ ബൈക്കിൽ ഒരുത്തം വന്നിട്ട് ബ്ലേഡ് കൊണ്ട് പോറുകയോ കാറ്റ് തുറന്ന് വിടുകയോ ചെയ്താൽ നിങ്ങളെന്തോ ചെയ്യുവനെ, എടാ മോനെ മിടുക്കൻ, നീ എൻ്റെ ബൈക്കിലെ കാറ്റ് തുറന്ന് വിടാനുള്ള ധൈര്യം കാണിച്ചു, എന്നാ നിനക്കൊരു 5,000 രൂപ എന്നും പറഞ്ഞ് കൊടുത്തു വിടുവോ? ഇല്ലല്ലോ, ഉറപ്പായിട്ടും ദേഷ്യം വരും ഇല്ലേ. ഇതിവിടെ പറയാനായിട്ടുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഗ്രീക്ക് ചരിത്രകാരന്മാരുടെ ചരിത്രം പ്രകാരം അലക്സാണ്ടർ ഇവിടെ നടത്തിയിട്ടുള്ള യുദ്ധത്തിൽ അലക്സാണ്ടറിൻ്റെ പ്രശസ്തമായിട്ടുള്ള കുതിര ബൂസിഫാലസ് കൊല്ലപ്പെടുകയുണ്ടായി. അതായത് പുരുഷോത്തമൻ്റെ സൈന്യവുമായി അലക്സാണ്ടർ ഏറ്റുമുട്ടിയപ്പോൾ അലക്സാണ്ടറിൻ്റെ കുതിര, അലക്സാണ്ടർ സ്വന്തം സഹോദരനെ പോലെയാണ് ആ കുതിരയെ കണ്ടിരുന്നതെന്നാണ് പറയുന്നത്. യുദ്ധഭൂമിയിൽ പലതവണ അലക്സാണ്ടറിനെ ഒരുപക്ഷേ ഈ കുതിര രക്ഷിച്ചിട്ടുണ്ടാവും. ഈ കുതിരയുടെ മിടുക്കുകൊണ്ട് ഒരുപാട് യുദ്ധങ്ങളിൽ അലക്സാണ്ടറിന് അപ്പർ ഹാൻഡ് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ അത്രത്തോളം അലക്സാണ്ടർ ഇഷ്ടപ്പെട്ട കുതിരയാണ്, സ്വന്തം സഹോദരനെ പോലെയാണ് ആ കുതിരയെ അലക്സാണ്ടർ സ്നേഹിച്ചിരുന്നതെന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള കുതിരയെ ഈ ഒരു സൈനികർ അല്ലെങ്കിൽ ഈ ഒരു പോറസിൻ്റെ സൈനികർ കൊന്നാൽ ആ ഒരു രാജാവിനെ ബഹുമാനിച്ച് തിരിച്ചു പോകുന്ന അത്ര മാന്യനായ ഒരു വ്യക്തിയൊന്നും അല്ല അലക്സാണ്ടർ. അപ്പോൾ ഉറപ്പായിട്ടും അലക്സാണ്ടറിൻ്റെ കുതിര അവിടെ ചത്തു വീണിട്ടുണ്ടെങ്കിൽ അലക്സാണ്ടറിന് നല്ല മുറിവുണ്ടായിട്ടുണ്ട്. പിന്നെ ചരിത്രത്തിൽ പറയുന്ന മറ്റൊരു കാര്യമുണ്ട്, ഇവിടെ നിന്ന് തിരിച്ചു പോകുന്ന വഴിക്കാണ് അലക്സാണ്ടറിന് അസുഖം വന്നതെന്നും തിരിച്ച് അലക്സാണ്ടറുടെ എത്തിയപ്പോഴത്തേക്കും പുള്ളിക്കാരൻ തീർന്നു പോയെന്നും പറയുന്നുണ്ട്. ചിലർ പറയുന്നുണ്ട് അലക്സാണ്ടറിൻ്റെ സ്ഥലത്തെത്തി കുറേ കാലം വയ്യാതെ കിടന്നാണ് തീർന്നതെന്നും. എന്തായാലും ഒരു കാര്യം ഉറപ്പുണ്ട്, അലക്സാണ്ടർ ഇവിടെ നിന്ന് പോകുന്ന വഴിക്കാണ് അദ്ദേഹത്തിന് ഈ ഒരു പ്രശ്നം ഉണ്ടായത്, ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായത്. അതൊരു പക്ഷേ ഇവിടെ വന്ന് യുദ്ധത്തിൽ തോറ്റ് ദേഹത്തുണ്ടായ മുറിവിൽ നിന്ന് പുള്ളിക്കാരന് വന്നതും ആകാം. അപ്പം ഇങ്ങനെ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ അത്ര ഗംഭീരനായിട്ടുള്ളൊരു രാജാവ് ഇന്ത്യയുടെ ബോർഡറിൽ വന്നിട്ട് പോകണമെങ്കിൽ ഇന്ത്യയുടെ മൈറ്റ് കണ്ട് പേടിച്ചിട്ട് തന്നെ ആയിരിക്കണം പോയത്. ഇനി ഈ യുദ്ധം ഗ്രീക്കുകാർ ചുമ്മാ എഴുതിത്തള്ളിയ യുദ്ധമാണെന്ന് പറയാനുള്ള കാരണം എന്താണെന്നറിയോ? ഈ ഒരു യുദ്ധത്തെക്കുറിച്ച്, ബാറ്റിൽ ഓഫ് ഹൈഡസ്പസ് എന്ന് പറയുന്ന ഈ ഒരു യുദ്ധത്തെക്കുറിച്ച് ഗ്രീക്കുകാരുടെയും റോമൻകാരുടെയും ചരിത്രത്തിൽ മാത്രമേ പറയുന്നുള്ളൂ. ഇന്ത്യൻ ചരിത്രത്തിലെങ്ങും ഈ ഒരു യുദ്ധത്തെക്കുറിച്ച് പറയുന്നില്ല. അലക്സാണ്ടർ എന്ന് പറയുന്ന വിശ്വപ്രശസ്തനായിട്ടുള്ളൊരാൾ അവിടെ വന്ന് യുദ്ധം നടത്തിയാൽ ഉറപ്പായിട്ടും ഇവർ ചരിത്രത്തിൽ അത് മെൻഷൻ ചെയ്യും. കാരണം ആ ഒരു ഏരിയ എന്ന് പറയുമ്പോൾ അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. അവിടെയാണ് തക്ഷശിലയുള്ളത്. തക്ഷശിലയിലാണ് ആ കാലഘട്ടത്തിലെ വളരെ പ്രശസ്തമായിട്ടുള്ളൊരു യൂണിവേഴ്സിറ്റി ഉണ്ടായിരുന്നത്. പല സ്ഥലത്തു നിന്നും ആളുകൾ അവിടെ വന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു യുദ്ധം നടന്നിട്ടുണ്ടായിരുന്നെങ്കിൽ അവിടെയുള്ള ആളുകൾ ഇത് ചരിത്രത്തിൽ മെൻഷൻ ചെയ്തേനെ. ഇങ്ങനെ ഒരു കാര്യം നമുക്ക് പറയാം. എന്തുകൊണ്ട് ഇന്ത്യൻ ചരിത്രത്തിൽ ഇത് എഴുതി വെച്ചിട്ടില്ല? അല്ലെങ്കിൽ ഒരു പക്ഷേ അവിടെ നടന്ന യുദ്ധം ഇന്ത്യൻ ചരിത്രത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നാത്തൊരു യുദ്ധമായിരിക്കും. അല്ലെങ്കിൽ അലക്സാണ്ടർ അവിടെ യുദ്ധം ചെയ്യേണ്ട എന്ന് പറഞ്ഞ് തിരിച്ചു പോയിട്ടുണ്ടാകും. അലക്സാണ്ടറിൻ്റെ വിജയഗാഥയെക്കുറിച്ച് പറയുന്നത് അത്രയും ഈ ഒരു ഗ്രീസ് അതുപോലെ തന്നെ റോമൻ ചരിത്രത്തിൽ മാത്രമാണ്. അപ്പോൾ ഒരു കാര്യത്തിൽ നമുക്ക് ഉറപ്പ് പറയാം, നമ്മൾ വിചാരിച്ചതുപോലെ സിമ്പിളായിട്ടുള്ളൊരു രാജ്യമല്ലായിരുന്നു നമ്മുടെ ഇന്ത്യ. നമ്മുടെ ഇന്ത്യൻ ചരിത്രത്തിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ പല സ്ഥലങ്ങളിലും നമുക്ക് രോമാഞ്ചം വരുന്ന രീതിക്കുള്ള കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കുക, ലോകത്തിലെ പല സാമ്രാജ്യങ്ങളും കീഴ്പ്പെടുത്തി വന്ന അലക്സാണ്ടറിനെ വെല്ലാനായിട്ട് ആളുകൾ ഇന്ത്യയിലുണ്ടായിരുന്നു. അലക്സാണ്ടർ ഇപ്പോൾ ഇന്ത്യയിൽ കയറി ആക്രമിച്ചിരുന്നെങ്കിൽ സർവൈവ് ചെയ്യത്തില്ലായിരുന്നു അലക്സാണ്ടർ തിരിച്ചു പോകത്തില്ലായിരുന്നു. അത്രത്തോളം ഗംഭീരമായിട്ടുള്ള സൈനികരുടെ എണ്ണമൊക്കെ ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. നമ്മുടെ ഇന്ത്യൻ ചരിത്രം എന്ന് പറയുമ്പോൾ അത്ര ഗ്രേറ്റ് ആയിട്ടുള്ള ഒരു ചരിത്രമാണ്.
കാരണം ലോകത്തിൽ അലക്സാണ്ടർ ദ ഗ്രേറ്റ് എന്ന് വാഴ്ത്തുന്ന ഒരാൾ ഇവിടെ വന്നിട്ട് തിരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അതിവിടുത്തെ ആളുകളുടെ മിടുക്ക് തന്നെയാണ്. അന്ന് പല ആളുകളും ഇന്ത്യയെക്കുറിച്ച് വർണ്ണിച്ച് വെച്ചേക്കുന്ന കാണണം. പല കൾച്ചറിലുള്ള ആളുകളുള്ള സ്ഥലം, പല രീതിക്ക് ഡെവലപ്ഡായി ചിന്തിക്കുന്ന ആളുകളുള്ള സ്ഥലം, നോളജിൻ്റെ ഒരുപാട് കാര്യങ്ങൾ, അതായത് നോളജ് കൊണ്ട് റിച്ച് ആയിരുന്ന സ്ഥലം, തത്വചിന്ത കൊണ്ട് റിച്ച് ആയിരുന്ന സ്ഥലം, അങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ നമ്മുടെ ദേശത്തിനുണ്ടായിരുന്നു. അലക്സാണ്ടറിൻ്റെ തന്നെ ഒരു ജനറൽ കാലങ്ങൾക്ക് ശേഷം, അലക്സാണ്ടർ ഈ ആക്രമണം നടത്തി എത്രയോ 5-6 കൊല്ലം കഴിഞ്ഞതിന് ശേഷം ഇവിടെ വന്ന് ഒരു ഇൻഡോ ഗ്രീക്ക് എംപയർ എന്നും പറഞ്ഞൊരു സ്ഥലം സെറ്റപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ജനറലിൻ്റെ പേരെന്ന് പറയുന്നത് ജനറൽ സെലൂക്കസ് എന്നായിരുന്നു. അപ്പോൾ അലക്സാണ്ടറിൻ്റെ ജനറലായിരുന്ന സെലൂക്കസ് ഇന്ത്യയുടെ ഈ ഒരു നോർത്ത് വെസ്റ്റേൺ ഭാഗത്തായിട്ട് ഒരു ഇൻഡോ ഗ്രീക്ക് എംപയർ എന്നും പറഞ്ഞൊരു ചെറിയ സാമ്രാജ്യം തട്ടിക്കൂട്ടി എടുത്തിട്ടുണ്ടായിരുന്നു. ഈ സാമ്രാജ്യം ഒരു ഗംഭീരനായിട്ടുള്ള ആയുധമെടുക്കാതെ പല സാമ്രാജ്യങ്ങളെയും വീഴ്ത്തുന്ന ഒരു ആചാര്യൻ്റെയും ആ ആചാര്യൻ്റെ ശിഷ്യനായ ഒരു സാമ്രാജ്യത്തിൻ്റെ തുടക്കക്കാരനായ ഒരു രാജാവിൻ്റെയും മുന്നിൽ കീഴ്പ്പെടുകയും ആ രാജാവിന് സെലൂക്കസ് രാജാവ് തൻ്റെ മകളെ കല്യാണം കഴിച്ചു കൊടുക്കുകയും ചെയ്തു. ആ ആചാര്യനും ആചാര്യൻ്റെ ശിഷ്യനായ രാജാവും ആരാണെന്നൊന്ന് കമൻറ്റ് ചെയ്തേക്ക് കേട്ടോ. അപ്പോൾ അവിടെയും ഇന്ത്യക്ക് മുന്നിൽ കീഴടങ്ങിയ ചരിത്രമേ ഉള്ളൂ. അങ്ങനെ ഈ ഒരു ഗ്രീക്ക് ഹിസ്റ്റോറിയൻസ് പറയുന്നത് പോലെ പോറസുമായിട്ട് അലക്സാണ്ടർ ഏറ്റുമുട്ടിയിട്ടുണ്ടായിരുന്നുവെങ്കിൽ എനിക്ക് തോന്നുന്നില്ല അലക്സാണ്ടർ വളരെ ഫ്രണ്ട്ലി ആയിട്ട് കൈയും കൊടുത്ത് പിരിഞ്ഞതായിരിക്കില്ല എന്ന്. നല്ലതുപോലെ മേടിച്ച് കെട്ടിയിട്ടായിരിക്കും പുള്ളിക്കാരൻ പോയിട്ടുള്ളത്. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? അലക്സാണ്ടർ ഇന്ത്യയിൽ വന്ന് എങ്ങനെയായിരിക്കും തിരിച്ചു പോയത്? പുരുഷോത്തമനെ ജയിച്ച് കൈ കൊടുത്ത് പിരിഞ്ഞതായിരിക്കുമോ, അതോ ഇന്ത്യയെ കണ്ട് പേടിച്ചു പോയതായിരിക്കുമോ, അതോ പുരുഷോത്തമൻ്റെ കയ്യിൽ നിന്ന് നല്ലതുപോലെ മേടിച്ച് കെട്ടിയിട്ടായിരിക്കുമോ പോയത്? ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്കുക. നമ്മുടെ ചാനലിലേക്ക് നിങ്ങൾ ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നമ്മുടെ ചാനലിലെ കണ്ടൻറ്റുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബന്ധുമിത്രാദികൾക്കും പറ്റുമെങ്കിൽ ശത്രുക്കൾക്കും ഒന്ന് അയച്ചു കൊടുക്കുക. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു കണ്ടൻറ്റുമായി കാണുന്നത് വരെ ബൈ.